ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ചെന്നൈയിലുള്ള ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ +2 ശേഷം നിങ്ങൾ ആർക്കിടെക്ചർ എന്നുള്ള ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് നമുക്ക് തമിഴ്നാട് ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും MGR യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു കാണുന്ന ക്യാമ്പസ് നമുക്ക് അതിനുവേണ്ടി മാത്രമാണ്. ഇപ്പോൾ MGR യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നമുക്ക് ഒത്തിരി കോഴ്സസ് അവൈലബിൾ ആണ്. മെഡിക്കൽ കോഴ്സ്, അതുപോലെ ഫാർമസി, ഈവൻ മാനേജ്മെൻറ്റ്, എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പസ് വന്നിട്ട് നമുക്ക് ഓൺലി ഫോർ നമ്മുടെ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് BArch, അതുപോലെ MArch, PhD, അതുപോലെ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഇങ്ങനെ എല്ലാ കോഴ്സസും ആർക്കിടെക്ചറിൽ അവൈലബിൾ ആണ്. ഇത് കോളേജ് വന്നിട്ട് അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് കേട്ടോ. കാരണം ഇത് ഒരു ആർക്കിടെക്ചറിന് മാത്രമായിട്ട് വരുന്ന കോളേജാണ്. അപ്പോൾ ഡോക്ടർ MGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നമുക്ക് ഡിപ്ലോമ കോഴ്സ് മുതൽ PhD വരെ എല്ലാ കോഴ്സസും അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, ഈ BArch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 സയൻസ് മസ്റ്റാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റും മസ്റ്റായിട്ടുള്ള സയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്. മാത്രമല്ല നാറ്റ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണം. അത് 200-ലാണ് നാറ്റയുടെ എക്സാം വരുന്നത്. അതിൽ 70 മാർക്ക് ഉണ്ടെങ്കിലേ നമുക്കത് പാസ്സാവുള്ളൂ. അപ്പം ഇത്രയും ഈ 2 ക്രൈറ്റീരിയയാണ് നമുക്ക് BArch നമുക്ക് ചൂസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ താഴത്തോട്ട് വരുന്നത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് വരുന്നുണ്ട്. ബാച്ചിലർ ഓഫ് ഡിസൈനിങ് നമുക്ക് വരുന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ കോഴ്സാണ്. പിന്നെ നമുക്കതിൽ ഇന്റീരിയർ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് വരുന്നുണ്ട്. ഈ ബാച്ചിലർ ഓഫ് ഡിസൈനിങ്ങും അതുപോലെ BSc ഇന്റീരിയർ ഡിസൈനിങ്ങും എനി സ്ട്രീമാണ്. +2 ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് വരുന്നത് നമുക്ക് 4 വർഷത്തെയും, അതുപോലെ ബാച്ചിലർ ഓഫ് BSc ഇന്റീരിയർ ഡിസൈനിങ് വരുന്നത് 3 വർഷത്തെ കോഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ അഡ്മിഷൻ ഓഫീസ് വരുന്നത് കേട്ടോ. നമ്മളുടെ ആർക്കിടെക്ചറിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ വരുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു കമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ആർക്കിടെക്ചറിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കോളേജിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം സ്റ്റുഡൻസിനെ ചെയ്തതാണ് കേട്ടോ. നിങ്ങളെപ്പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് അവർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണല്ലേ. ഈ നമ്മുടെ അഡ്മിഷൻ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഡിസൈനിങ് കണ്ടോ നിങ്ങൾ? ഇവർ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ പറയാം. സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റുഡൻസ് ആണ് ചെയ്തത്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഈ കോളേജിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ സ്റ്റുഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഒരു കൊച്ചിപ്പത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി AC ആണ് കേട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പ്ലേസിലൊക്കെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ആർക്കിടെക്ചർ പഠിക്കാൻ പറ്റിയൊരു ക്യാമ്പസാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കോളേജിൽ നിന്ന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പൊതുവേ നമുക്ക് ആർക്കിടെക്ചറിൽ PhD കോഴ്സുകളൊക്കെ കുറവുള്ള കോളേജസ് കുറവാണ്. ഇവിടെ നമുക്ക് PhD ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. PhD അവൈലബിൾ ആണ്. അതുപോലെ MArch ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ നമ്മുടെ ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് വരുന്നത്. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ് നമ്മുടെ കോളേജിൽ വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് BArch ആണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അതായത് നിങ്ങൾക്ക് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ഏതൊരു ഫീൽഡാണ് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് BArch ആണ്. അത് 5 വർഷത്തെ കോഴ്സാണ് വരുന്നത്. നമ്മളുടെ +2 സയൻസ് മസ്റ്റാണ്. അതുപോലെ നാറ്റ് എക്സാം ക്ലിയർ ചെയ്യണം. അത് 200-ൽ 70 മാർക്ക് നിങ്ങൾ മിനിമം വാങ്ങിയെങ്കിൽ നിങ്ങൾ ആ എക്സാം പാസ്സാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് BA ഡിസൈനിങ് ആണ്, അതായത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ്. അത് നമുക്ക് 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് BSc ഇൻറ്റീരിയർ ഡിസൈനിങ് വരുന്നുണ്ട്. അത് ഇൻറ്റീരിയറിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് 3 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ആർട്സ് ചൂസ് ചെയ്യാവുന്ന BSc ഫൈൻ ആർട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ.